എല്ലാവർക്കും വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് കുറച്ച് പണികളൊക്കെ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. ആക്ച്വലി ഇപ്പോൾ 3 മണിയാകാറായി സമയം. എനിക്കൊരു ആരോഗ്യക്കുറവുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ കുറയുന്നു. പിന്നെ നാളെയാണ് എൻ്റെ സർജറി. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറക്കം ശരിയാകുന്നില്ല. അപ്പം എന്നാലും എനിക്ക് കുറച്ച് ടാസ്ക് ചെയ്തിട്ട് പോകണം സർജറിക്കെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് നോക്കുക, ടാസ്കല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം. പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നു. രാവിലെ മുതൽ ഒന്നും ചെയ്തില്ല. ഭക്ഷണം കഴിച്ചു ഇരിക്കുന്നു, ഷുഗർ കുറയുന്നു, ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പം കുറേ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, സൈഡിൽ ഇവിടെ എല്ലാം കഴുകാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. സമയം നിങ്ങൾക്ക് കാണാം, 3 മണിയായി. അപ്പം ഞാൻ വിചാരിക്കുന്നു കൊച്ചിനാണെങ്കിലുണ്ടല്ലോ, കുറേ നാളെ ഞാനിവിടെ കുറച്ച് കാടമുട്ട മേടിച്ച് വെച്ചിട്ട് അത് ഞാൻ എന്നും അവന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നതല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം എന്നും എനിക്ക് വയ്യായികയാണ്. അപ്പം ഇത് എക്സ്പയർ ആകുന്നതിനെപ്പാട് ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എത്രയും പെട്ടെന്നൊന്ന് ചെയ്യട്ടെ. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വയ്ക്കാം. ഓക്കെ ഉണ്ടോ, എൻ്റെ കയ്യിൽ മുട്ട പുഴുങ്ങിയ വെള്ളമാണ്. അപ്പം നമുക്കിത് ചെടിക്ക് കൊണ്ട് വെച്ചാൽ നല്ലതാണ്. അപ്പം ഞാൻ കുറച്ച് ചെടിക്ക് കൊണ്ട് ഇത് ഒഴിക്കാൻ വേണ്ടി പോവുക. നമുക്ക് ചെടിക്ക് കൊണ്ട് വെച്ചിട്ട് വരാം. ഓക്കെ, എന്നറിയില്ല, നമ്മുടെ സുഗന്ധരാജനും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്കത് 3 മണി തുടങ്ങിയാൽ തന്നെ നമുക്ക് ഇരുട്ടായി. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ കുറച്ച് ഇതിന് ഈ മുട്ട പുഴുങ്ങിയ വെള്ളമില്ലേ, ഭയങ്കര മഴയാണ് കേട്ടോ, മഴയോട് മഴ. അത് കണ്ടോ, ഇതിൻ്റെ ഒരു മുട്ട മേടിച്ചപ്പോൾ കൊണ്ടായിരുന്നേ, അത് ഉണങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിനത് ഒഴിച്ചു. പിന്നെ ഇവിടെ നമുക്കൊരു നക്ഷത്രച്ചെടി പോലെ ഉണ്ടേ, അതിന് ഇച്ചിരി വെള്ളം ഒഴിക്കാം. ചോദിക്കണം. ഓക്കെ, 2-3 മുട്ടത്തൊണ്ട് അതിനും കൂടെ ഇടാം. ഓക്കെ, ഞാൻ മുട്ടത്തൊണ്ടും വെജിറ്റബിൾ പീലും ഇവിടെ ഓറഞ്ചിൻ്റെ തൊലി നിങ്ങൾക്ക് കാണാമോ, ഭയങ്കര ഇരുട്ടല്ലേ ഇവിടെ, കാണിച്ചു തരാവേ. ഓറഞ്ചിൻ്റെ തൊലി, ടീ ബാഗ്, മുട്ടത്തൊണ്ട്, ഇതൊക്കെ ഇട്ടാണ് ഞാൻ വളർത്തുന്നത്. ഓക്കെ, ഇനി നമുക്കിത് നമ്മളിതാ വളർത്തിക്കൊണ്ട് ഇതുവരെ എനിക്കൊന്ന് ചെടിച്ചട്ടിക്കകത്തേക്ക് ഒന്ന് പാകി വെക്കാൻ പറ്റിയില്ല. കാരണം എന്നാന്ന് പറഞ്ഞാണ്ടല്ലോ, എന്നും വയ്യായ, തലകറക്കം, ബ്ലഡ് ഷുഗർ കുറവൊക്കെ. അപ്പോൾ ഇന്നെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചത്, മഴയൊക്കെ ആയിട്ട് പിന്നെ കമ്പോസ്റ്റ് അങ്ങ് അറ്റത്തിളക്കണം. അവിടെ നിന്ന് എനിക്ക് ചുമന്നുകൊണ്ട് ഇവിടം വരെ വരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്കത് ഇതിനൊന്ന് നമ്മുടെ പനിക്കൂർക്ക കേട്ടോ, അപ്പോൾ അതിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ അവക്കാടയ്ക്കും ആവശ്യത്തിനുള്ള മുട്ടത്തൊണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന് തന്നെ ഇട്ടേക്കാം അല്ലേ. ഇവിടെ കുറച്ച് നമ്മുടെ അലോവേരയ്ക്ക് ഇല്ല, അപ്പോൾ അതിനങ്ങ് ഇട്ട് കൊടുത്തേക്കാം വേണമെങ്കിൽ. ഓക്കെ, അപ്പം ഇത് ഇട്ട് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. നമ്മുടെ അലോവേര ഉണ്ടോ, ഇതെനിക്ക് പറിച്ച് അലോവേര ജ്യൂസൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആരോഗ്യ പ്രശ്നം കാരണം ഒത്തിരി ജോലികൾ എനിക്ക് പെൻഡിങ്ങാണ്. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കുവേ. പക്ഷെ എന്നാണെന്നറിയോ, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാന്ന് പറഞ്ഞാൽ നമുക്കതിനുള്ള ഒരു നമുക്കെന്നല്ല, എനിക്ക് അതിനുള്ളൊരു ആരോഗ്യം കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം കേട്ടോ. അയ്യോ, ഞാനീ പാത്രം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഈ മുട്ട പുഴുങ്ങാവേ. അടുപ്പിൽ വെക്കുന്നതിന് പാടും ആദ്യം ഞാൻ എൻ്റെ സ്റ്റൗ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. കാരണം എന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും കിട്ടത്തുള്ളൂ. ഞാൻ രാവിലെ തുടച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എനിക്ക് സമയം കിട്ടുന്നത് എനിക്ക് എപ്പോഴാണോ എനിക്ക് ആരോഗ്യം ഇച്ചിരിയുള്ള അപ്പോഴാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക. പിന്നെ ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിപ്പോൾ തീർന്നു. എനിക്ക് പുതിയ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കണം. അതിപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാക്കണം. കാരണം എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വേറെ ഇല്ല ഇനി. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ഉണ്ടാക്കുന്നേ. ഞാൻ എപ്പോഴും ഇത് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. എന്നെ കാണാൻ വരുന്നില്ലേ ഉള്ളൂ, കുഴപ്പമില്ലല്ലേ. എന്നെ കണ്ടില്ലല്ലോ, ഇപ്പം എന്താ പണി ചെയ്യുന്നില്ല അല്ലേ.
അപ്പം നമ്മളോട് തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഈ മുട്ട അങ്ങോട്ട് പുഴുങ്ങാൻ വേണ്ടി വയ്ക്കാം. ഓക്കെ, അതാണ്. അപ്പം നമുക്ക് ഇത് ഓക്കെ, ഇതാണ് നമ്മുടെ മുട്ട. ഓക്കെ, നമ്മുടെ കാടമുട്ട. ഓക്കെ, അപ്പോൾ എത്രയുണ്ട്? 12 മുട്ട. 3, 6, 9, 12. അപ്പോൾ നമുക്കിത് വേണം. ചില സമയത്ത് എൻ്റെ ഈ സാധനം ഇവിടുത്തെ ഫസ്റ്റ് വൺ കത്തത്തില്ല, അപ്പോൾ അത് കാരണം. ഓക്കെ, അപ്പം അത് ഓൺ ചെയ്തു. നമുക്കൊരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നാന്ന് പറഞ്ഞാൽ ഉപ്പിട്ടാലേ അതിൻ്റെ എന്നാ പറയുന്നത്, അതിൻ്റെ കറക്റ്റൊരു ടേസ്റ്റ് നന്നായിട്ട് കുക്കാകത്തുള്ളൂ എന്ന് എനിക്കൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണേ. അപ്പം നമുക്കിത് തുറക്കളയാം. ഉണ്ടല്ലോ, ചെറിയ ചെടികളൊക്കെ കുഴിച്ച് വെക്കാനുണ്ടെങ്കിൽ ഇച്ചിരി മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു വിത്തൊക്കെ ഇട്ട് നമുക്കിതിങ്ങനെ അടച്ചു വെച്ച് നമുക്ക് ചെടിയൊക്കെ കുഴിച്ച് വെക്കാം കേട്ടോ. ഇത് ഓക്കെ. മുകളിലത്തെ ബിന്നിൽ ബാഗില്ല, അപ്പം ഞാൻ കുറച്ച് ബാഗ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോട്ടെ. ഇരിക്കുന്നത് നമ്മുടെ ഈ സിങ്കിൻ്റെ അടിയിലാണേ. അപ്പോൾ കുറച്ച് ബാഗ് എടുക്കട്ടെ. ഇത് വലിയ ബാഗ്, ഇത്രയും വലിയ ബാഗിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ ഈ പർപ്പിൾ ബാഗ് മുകളിൽ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. ഈ ബാഗ് എടുത്തുകൊണ്ട് നമുക്ക് മുകളിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് പോകാം. ഓക്കെ, എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് എൻ്റെ ഒരു ചുരിദാർ എടുത്തുകൊണ്ട് പോകാൻ, അതെനിക്കൊന്ന് കഴുകണം. അപ്പം സാധാരണ നമ്മൾ ചുരിദാർ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഷാമ്പൂവിനകത്ത് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മുക്കി വെച്ചിട്ട് ഒന്ന് കുത്തി തിരുമ്മി എടുക്കുക, അല്ലെങ്കിൽ അലക്കകലെ കൊണ്ടുപോയിട്ട് അലക്കാം. ഈ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ടേ ഈ അലക്കകലെ പിടിച്ചിട്ട് അലക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഏത് നേരം വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇതെപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇതുകൊണ്ടോ വള, തലമുടി, ഹെയർ പിന്ന് എല്ലാം ഈ കർട്ടനെ കുടുങ്ങും. അപ്പോൾ ഞാനൊന്ന് എടുക്കട്ടെ. ബിന്നോടെ ഇരിപ്പുണ്ടേ, നമുക്ക് ബിന്ന് എടുത്തിട്ട് വരാം. ബിന്നിൻ്റെ അകത്ത് ബിൻ ബാഗ് ഇട്ടില്ല, പക്ഷേ അതിനകത്ത് സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടിട്ടേക്കുക. നമ്മൾ എത്രയും പെട്ടെന്ന് ബിന്നിന് ബാഗ് ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ പിന്നെയും സാധനങ്ങൾ ഭയങ്കര ഇതാകും. എനിക്കിഷ്ടമല്ല ബിന്നിൻ്റെ ബാഗിനകത്ത് ബിന്നിടാതെ സാധനം ഇതിനകത്ത് ഇടുന്നത്. നമുക്ക് ഓക്കെ, നമ്മൾ ഇത് ഈ ബാഗ് എന്ന് പറഞ്ഞാൽ ലാവൻഡറിന് മണമുള്ള ബാഗാണ്. പിന്നെ അതുപോലെ എൻ്റെ പിങ്ക് ഇരിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ, അതാണെങ്കിൽ റോസിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ ബിൻ ബാഗിന് സ്മെല്ല് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ നമ്മൾ ഫുഡ് ഇതിൻ്റെ അകത്ത് ഇടാറില്ല, കാരണം അത്ര കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയുക. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെ ഇത് ടൈ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ബിന്ന് ഫുള്ളായി കഴിയുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ടൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം അതാണ് ഒരു പണി. ഇനി നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അടുത്ത തക്കളൂരിന് ഭൂമി പോയി നോക്കട്ടെ ബിൻ ബാഗ് ഉണ്ടോയെന്ന് അവിടെ. ഇവിടെയും ഇട്ടിട്ടില്ല കണ്ടോ, ബിൻ ബാഗ് ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. ഞാൻ ഓർത്ത് ഇവിടെ ഇട്ടിട്ടില്ലെന്ന്. അപ്പോൾ അത് കുഴപ്പമില്ല, അതവിടെ ഇരിക്കട്ടെ. പുള്ളി ഇവിടെ തിന്നിട്ട് ബിസ്ക്കറ്റൊക്കെ തന്നെ ഉണ്ടാവും. ബിസ്ക്കറ്റൊന്നും ഇല്ല, എല്ലാം ഇങ്ങനെ വെച്ചേക്കുക. ഓക്കെ, എനിവേ അപ്പോൾ നമുക്ക് കൊണ്ട് ബാത്റൂമിൽ വയ്ക്കാം ഈ ബാഗ്. അപ്പോൾ പിന്നെ നമുക്കിവിടെ എംറ്റി ചെയ്യുമ്പം അത് ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുക എല്ലാ സാധനങ്ങളും, ക്ലീനിങ് സാധനങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ ഫ്രീ ആയതുകൊണ്ടേ
നമുക്ക് എൻ്റെ സൂട്ട് കേസ് ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നാളാണെങ്കിൽ പോയപ്പം സൂട്ട് കേസൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ്. എന്നിട്ട് പിന്നെ സർജറി ക്യാൻസലായി പോയല്ലോ. എൻ്റെ പ്രൈമാർക്കിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും കബോർഡിലേക്കൊന്നും എടുത്ത് വെച്ചില്ല ഇതുവരെ. എൻ്റെ സൂട്ട് കേസ് ഇവിടെ ഇരിപ്പുണ്ട്. ആ സൂട്ട് കേസ് എടുത്തിട്ട് എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുത്ത് കയറ്റി വെക്കണം. അതാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോഴേ ഇതിനകത്ത് ഞാൻ അന്നെൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് പൈജാമ കയറ്റി വെച്ചതായിട്ടാണ് ഓർക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇതിനകത്ത് ഞാൻ പൈജാമയും ഒരു അണ്ടർ ഗാർമെൻറ്റ്സും പൈജാമയാണ് ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് ഒരു സ്ലിപ്പർ എടുത്ത് വെക്കണം. പിന്നെ എൻ്റെ ഡ്രസ്സിങ് ഗൗൺ നമ്മൾ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചിട്ടുണ്ടല്ലോ ഡ്രസ്സിങ് ഗൗണേ. അപ്പം അവിടെ കുറച്ച് ഇതിനകത്ത് ഏതാണ് എൻ്റെന്ന് ഞാൻ നോക്കട്ടെ. എനിക്കധികമൊന്നും ഇല്ല. എൻ്റെ ഏതാണ്, ഇതാണ് കേട്ടോ നമ്മുടെ പൈജാമയല്ല, സോറി, ഡ്രസ്സിങ് ഗൗണ്. അപ്പം ഇതെടുത്ത് വെക്കണം. പിന്നെ സ്ലിപ്പർ എടുത്ത് വെക്കണം. എൻ്റെ ചാർജറൊക്കെ എടുത്ത് വെക്കണം. അതൊക്കെ നാളെയല്ല ഇന്ന് വൈകിട്ട് എടുത്ത് വെക്കാം. എല്ലാവരും ഉപയോഗിച്ചൊക്കെ കഴിഞ്ഞിട്ടേ എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം ഈ ഡ്രസ്സിങ് ഗൗൺ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ, നല്ല സോഫ്റ്റ് ആൻഡ് നൈസാണിത്. അപ്പം അവരവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്രീൻ സോക്സ് തരും. പിന്നെ എനിക്ക് എന്താ പറയുക, ഇതിവിടെ വെച്ചു. ഓക്കെ, പിന്നെ എനിക്കൊരു സോക്സും കൂടെ എടുത്ത് വെക്കണം ഇതിൻ്റെ അകത്ത്. അല്ല, ഞാൻ ഇട്ടുകൊണ്ട് പോകണ സോക്സ് മതി. ഓക്കെ, തൽക്കാലം ഇത്ര ഇരിക്കട്ടെ അവിടെ. അപ്പം നമ്മുടെ ഈ ചുരിദാർ നമുക്ക് താഴെ എടുത്തുകൊണ്ട് പോയി ഒന്ന് കഴുകിയെടുക്കാം. ഓക്കെ, ഒന്ന് തൽക്കാലം ഒന്ന് ഷാമ്പു വാഷ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബാത്റൂമിൽ വന്നേക്കോ. അപ്പം നമുക്ക് എന്താ പറയുന്നത്, ഒരു ബക്കറ്റൊക്കെ എടുത്തിട്ട് ഇത് നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് പൊക്കി എടുക്കാം. നമ്മുടെ ബക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ചൂടുവെള്ളം നമുക്ക് എങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടും തണുപ്പും കൂടി ഞാൻ മിക്സ് ചെയ്താണ് ഒഴിക്കുന്നത്. നമ്മുടെ പൈപ്പിൽ നിന്ന് നമ്മുടെ ചൂടും തണുപ്പും എല്ലാമുള്ള ടാപ്പാണത്. നമുക്ക് ഇച്ചിരി വെള്ളം ഇവിടെ ഒന്ന് കൊടുത്താൽ മതി. അപ്പം ഇച്ചിരി വെള്ളം ആയാലേ ഒത്തിരി വേണ്ട, നമുക്ക് കുറച്ച് മതി. അപ്പം എന്താ പറയുന്നത്, എന്നിട്ട് ഞാനൊരു ഇച്ചിരി നമ്മുടെ ഡോവിൻ്റെ ബാത്ത് ഫോമില്ല, ഇതാണേലും മതി, ഷാമ്പു ആണെങ്കിലും മതി, എന്നൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. മൈൽഡായിട്ട് വന്നു, കാരണം ചുരിദാറൊന്നും അത്ര വലിയ ഡേർട്ടിയാണ് സംഭവമല്ലല്ലോ. പിന്നെ ഞാൻ നമ്മുടെ ചുരിദാറിൻ്റെ തൊട്ട് വരട്ടെ. നമ്മളെന്താണെന്നറിയോ, ഈ ഒരു പ്രാവശ്യം ഇച്ചിരി നേരമല്ലേ നമ്മൾ തുണി ഇടുന്നുള്ളേ, നമുക്കത് മാത്രമായിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ വർക്കെല്ലാം ഇതിൻ്റെ അകത്താണ്, നിങ്ങൾക്കറിയാമല്ലോ ഈ വർക്കെല്ലാം. അപ്പം നമ്മൾ ഒത്തിരി ഇട്ട് നമ്മളിത് തിരുമ്മി കഴുകിയാൽ നമ്മുടെ ചുരിദാർ പോകും, പിന്നെ ഈ വർക്കെല്ലാം പോകും. അപ്പോൾ ഒത്തിരി ഒന്നും തിരുമ്മി കഴുകുന്നില്ല. അപ്പോൾ ഈ ഡേർട്ടി ഈ ഭാഗത്തുള്ള ഇത് മാത്രം അത് മതി, ഇത്ര മതി, വെള്ളം ഒത്തിരി ആണ്ട, അത് മതി. അപ്പോൾ നമുക്കിനൊരു അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് മുക്കി വെക്കാവേ. അപ്പോൾ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുതിരും. ഞാൻ സാധാരണ അലക്കലിൽ കൊണ്ടുപോയിട്ട് അലക്കുന്നത്, പക്ഷേ
ഇവിടെ മൊത്തം നനഞ്ഞ് കുലിഞ്ഞൊക്കെ കിടക്കും. അപ്പം എനിക്ക് അതിന് അത്രയ്ക്കുള്ള ആരോഗ്യമില്ല. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് ചെളിയെല്ലാമൊക്കെ ഒന്ന് പോകും. ചെളി പോയി കഴിയുമ്പോൾ നോക്കുന്ന കുത്തിത്തിരുമ്മിയെടുക്കാം. ഓക്കെ, അതാണ് എൻ്റെ പ്ലാൻ. എന്നിട്ട് നമുക്ക് അഴയെ കൊണ്ടിടാം. കുറച്ച് വെയിലുണ്ട്. നമ്മളെ സൂപ്പറായിട്ട് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മുട്ടയൊന്ന് പൊട്ടിയും നോക്കട്ടെ. പൊട്ടിയെങ്കിൽ നമുക്കിത് നിർത്താം. ഇച്ചിരി ഒന്ന് പൊട്ടാനുണ്ട്, പൊട്ടട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് നമ്മുടെ ചെടിയൊന്ന് എന്താ പറയുന്നത് ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ എന്താ പറയുക നമ്മുടെ കുറച്ച് ചെടികളിവിടെ പാകി വെച്ചേക്കുന്നേ. അപ്പം നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ ഇത്രയും വലുതായി. അപ്പം ഇത് നമുക്ക് കുഞ്ഞു ചട്ടിലേക്ക് കുറച്ചെങ്കിലും മാറ്റിയില്ലെങ്കിൽ ഇത് മൊത്തം പോകും. അപ്പം ഞാൻ ആ മണ്ണ് അവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പറ്റുന്നതും അതിൻ്റെ അകത്ത് കൊണ്ട് പാകിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ഇത് പുറത്തേക്കൊന്ന് എടുത്തുകൊണ്ട് പോകും പതുക്കെ. ഓക്കെ, അതാണ് നമ്മുടെ പരിപാടി. എല്ലാം ഒന്നും നമുക്കെടുത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇത് അത്യാവശ്യമായിട്ട് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇന്ന് വന്നു കഴിയുമ്പം പിന്നെ എനിക്ക് താഴത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഞാനിതൊന്ന് പക്ഷേ ഇന്ന് രാവിലെ മുതൽ ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ മഴ കാരണം ഒരു പരിപാടി നടക്കുന്നില്ല. അതുകൊണ്ടാണ് മഴയും കാറ്റും എല്ലാം ഒന്നും പറയണ്ട. ഇവിടെ ഇങ്ങോട്ട് ഇതെങ്ങാനും വീണ ദൈവം മഴയും കൂടെയാണ്, ആകെ പണിയാകും. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. ഞാനിവിടെ കുഞ്ഞു ചട്ടികളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മഴ പിന്നെയും പെയ്യാനുള്ള ലക്ഷണങ്ങളാണ്. അപ്പം ഞാൻ എന്നാ പറഞ്ഞേ ഇച്ചിരി ആയിട്ട് മണ്ണ് ഇതിനകത്തേക്കൊന്ന് എടുത്തിടുക. ഓക്കെ, കുറച്ച് മതി. ഇപ്പം ഭയങ്കര കാറ്റ്, എനിക്കിവിടെ അധികം നേരം നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതെന്താണ് ഈ സാധനം ആദ്യം വളർന്നതേ, ഇതെന്നാണല്ലോ ഇത് ഞാൻ അങ്ങോട്ട് എടുത്ത് വയ്ക്കുമോ ഇതിനകത്തേക്ക്. ഇതെന്നാന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ ഇതെന്നാന്ന്. ഈ അയ്യോ, അതിനകത്തൂടെ വേറെ ചെടി അതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നു. എന്താ അങ്ങനെ വാട്ടെ. അപ്പം ഇത് ഞാൻ അങ്ങോട്ട് കയറ്റി വെക്കും കേട്ടോ. കുറച്ച് അതിൻ്റെ അടുത്ത് വേറെ ഉണ്ട്. എന്തെങ്കിലും കേട്ടോ, വേരൊക്കെ നമ്മുടെ അതിൻ്റെ അടിയിലേക്ക് ഒത്തിരി അങ്ങ് പോയത്. ഇത് അതെന്നാന്ന് ഞാനിപ്പോൾ പറയാവേ. ഇത് ഹെലിന്തസ് എന്ന് പറഞ്ഞാൽ അതായത് സൺഫ്ലവർ ചെടി പോലെ തന്നെ. ഓക്കെ, അപ്പം ഞാനത് വേറെ കുറേ എണ്ണങ്ങളെ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കൂടത്തിൽ. അപ്പം ഞാൻ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കാം, നോക്കാം ഉണ്ടാവുമോ എന്ന്. ബാക്കി ഇനി 3 അല്ലിശം നമുക്ക് ഉണ്ടായാൽ അത് മതി. 3 ഇടാനുള്ള സ്പേസ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ളേ. നമുക്ക് എന്താ പറയുന്നത്, ഞാൻ തൽക്കാലം വലുതായെന്ന് എനിക്ക് തോന്നുന്നത് മാത്രം ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് ഇട്ട് വെക്കുക. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഞാനൊന്ന് പതുക്കെ ഒന്ന് ഓക്കെ ആയി വരട്ടെ. ഇതിനൊരു താങ്ങ് വേണമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അധികം കമ്പോസ്റ്റൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടുമില്ല. ഒത്തിരി എനിക്ക് മണ്ണിടാനില്ലടേ. നേരെ നിൽക്കുക, നിങ്ങളെ സഹായിക്കുക. എന്നിട്ട് നമുക്ക് വാട്ടർ പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് കാണാമോ ഞാൻ കാണിക്കുന്നേ? ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ഒരെണ്ണം ചെയ്യാൻ വേണ്ടി പോണേ. ഇതിനകത്തേക്കിടാം. ഞാനത് ഇലയൊക്കെ കിടക്കണം നല്ലതാണ്. അപ്പം ഇത്രയും വേണ്ട. ഓക്കെ, ഇതിനകത്തേക്ക് വേറെ ഇവിടെ കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ടേ. ഇത് നമുക്കങ്ങോട്ട് മൊത്തം കൂടെ പതുക്കി അങ്ങ് പതുക്കിച്ചെടുക്കാം. ഇത് ഓക്കെ. ഇതെന്നാന്ന് പറഞ്ഞാൽ ഇത് സ്റ്റിക്കർ ഞാൻ ഇതിനകത്ത് തന്നെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതെന്നാന്ന്. നോക്കട്ടെ. അപ്പോൾ ഇതെന്നാന്ന് പറഞ്ഞാൽ ഇതും ടൈപ്പ് ഓഫ് സൺഫ്ലവർ തന്നെ കേട്ടോ. അത് തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നതെല്ലാം. അപ്പോൾ ഞാൻ അതും അങ്ങനെ വെക്കട്ടെ. ഇതും പതുക്കെ നമുക്ക് അധികം ഇളക്കം തട്ടാതെ ഇങ്ങനെ വെക്കാം. എന്നാൽ നമ്മുടെ സൺഫ്ലവർ ഈ പക്ഷേ നമുക്ക് നേരത്തെ ഉണ്ടാവും. ഓക്കെ, ഓക്കെ. ഇതും ഇങ്ങനെയാക്കി
വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2 നമ്മൾ ശരിയായി. നമുക്ക് ഇവിടെ ഒരെണ്ണം ഒത്തിരി വലുതല്ല, പക്ഷേ അത് ഇച്ചിരി വലുതായിട്ടുണ്ട്. ആക്ച്വലി അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറിച്ചെടുത്താൽ അത് ഒപ്പിടി ഇതാവുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി 4 to 5 സെൻറ്റിമീറ്റർ ആയാൽ നമ്മൾ പാകി നടണമെന്നാണ്. അപ്പോൾ ഇതൊക്കെ ആയി ആക്ച്വലി. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാമോ? ഞാൻ ഈ കാണിക്കുന്ന ഈ സാധനമൊക്കെ പറ്റുന്ന ഞാനാക്കും, ബാക്കി അവിടെ ഇരിക്കട്ടെ. അപ്പം ഇത് വേറെ ആംബുലൻസ് പോകുന്നു, നിങ്ങൾക്ക് കാണണോ? അത് ഓൾറെഡി പോയി, അല്ല നിങ്ങളെ ഞാൻ കാണിക്കായിരുന്നു. ഓക്കെ, ഞാൻ ഓർത്ത് ഇതങ്ങോട്ട് പറിക്കാമേ. എന്താ ഇത് കുറേ ഉണ്ട്. എല്ലാം കിളുത്ത് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഇനിമേ മുഴുത്തതായത് ഞാനങ്ങോട്ട് പറിച്ചെടുത്ത് വെക്കുക. പിന്നെ എൻ്റെ അകത്ത് മേ ബി ഇതെല്ലാം ആകുമായിരിക്കും കേട്ടോ. ഇതിൻ്റെ സീഡ്സ് നിങ്ങൾക്ക് കാണാമോ? അത് കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ കളറില്ല സീഡ്സ് ഇരിക്കുന്നത്. ഞാൻ ഈ പുറത്തുനിന്ന് ഇങ്ങനെ ചെയ്താൽ ജലദോഷം വന്നാൽ എൻ്റെ രാശി ഓടിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യട്ടെ. ഇന്നലെയൊന്നും എനിക്കൊരു തുള്ളി പോലും ആരോഗ്യമില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഇച്ചിരി ആരോഗ്യം വന്നത്. അപ്പം ഉള്ള സമയം കൊണ്ട് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ ഓടി വന്നതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ പതുക്കെ എഴുന്നേറ്റ് എന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല. അതുവരെ എൻ്റെ പണിയൊന്നും നടക്കില്ല അല്ലെങ്കിൽ. അപ്പം ഞാൻ ഇതും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഒടിഞ്ഞൊന്നുമല്ല, പക്ഷേ അതിനൊരു ആരോഗ്യമില്ല. ഇനി വരട്ടെ. ഓക്കെ, അപ്പോൾ അത് ചെയ്തേ. ഇനി ഇവിടെ കുറച്ച് 2 കൂടെ ഉണ്ട്. അപ്പം എല്ലാം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ചെയ്യാം. ഈ കുഞ്ഞത് മാറ്റി വെക്കാം. 2 കുഞ്ഞതാ അപ്പടി. ഇതിരിക്കട്ടെ. എന്നിട്ട് ഇതും ഏത് വെക്കണമെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇതെല്ലാം ഏകദേശം ഒരുമാതിരി മുഴുത്തമായി. ഇതങ്ങ് വെച്ചാലോ എന്ന് ആലോചിക്കുക. ഇതിരിക്കട്ടെ. ഞാൻ ആക്ച്വലി ഇതൊക്കെ എടുത്തിട്ട് അതിൻ്റെ പേരൊന്നും എടുത്തില്ല, മറന്നുപോയി. അതെന്നാത്ത നേരത്തായിരുന്നു? ഇത് അതിൻ്റെ ആയിരുന്നു തോന്നല്ലേ? അന്ന് തോന്നുന്നു. അപ്പം എല്ലാം കൂടെ ആകെ കൺഫ്യൂഷനായിപ്പോയേ. അറിയില്ല, നോക്കട്ടെ. നല്ല കോക്കോപ്പീറ്റായതുകൊണ്ടല്ലോ നന്നായിട്ടത് വളർന്നോളും. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കട്ടെ. ഓക്കെ, ഒരെണ്ണം കൂടെ നമുക്ക് എടുക്കാം. ബാക്കി നമുക്ക് പിന്നെ വയ്ക്കാം. അല്ല, അതിനുള്ള സ്പേസ് ഇല്ല. ഇത്ര പറ്റത്തുള്ളൂ. 4 വെച്ചു. അപ്പം ഇതില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ഏതായിരുന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പറിച്ചു 2, 4, 5 പറിച്ചു. ഒരെണ്ണം അവിടെ വെച്ചു, ഒരെണ്ണം ഇവിടെ വെച്ചു. ഒരെണ്ണം ഏതാണെന്ന് എനിക്കറിയില്ല, കാണാൻ പോയി. തൽക്കാലം എൻ്റെ ഈ 2 കുഞ്ഞിതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ തൽക്കാലം വയ്ക്കും. കാരണം ഇതിനകത്തേക്ക് കൊണ്ട് ഇച്ചിരി വലുതായിട്ട് വരട്ടെ. അല്ല ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുക അല്ലേ? ഇത്രയും ഇതെല്ലാം പാകി എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ അകത്ത് കൊണ്ടുപോയി നമുക്കിത് സ്പ്രേ ചെയ്യാം. ഓക്കെ, അതാണ് എൻ്റെ പരിപാടി. ഇത് അകത്തേക്ക് കൊണ്ടുപോകാം. നമ്മുടെ മറ്റേ സംഭവങ്ങളില്ലേ, അതുകൊണ്ട് നമുക്ക് അകത്ത് കൊണ്ടുപോയി സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇച്ചിരി സ്പേസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് സ്പ്രേ ചെയ്യാം. അതാണ് ഇപ്പം നടക്കത്തുള്ളൂ. അയ്യോ, അവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ
പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പം മൊത്തം മണ്ണാവും. നോക്കട്ടെ എങ്ങനെ വെക്കാൻ പറ്റുമെന്ന്. പിന്നെ എല്ലാത്തിനും ഒന്ന് ഇച്ചിരി ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ. എത്ര എണ്ണം ശരിയാകും എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് വരുന്നത് പോലെ നോക്കാം. പിന്നെ ഇതിനൊക്കെ ഞാൻ ഓൾറെഡി സ്പ്രേ ചെയ്താണ്. നോക്കാം. അപ്പം ഈ ചെടി പരിപാടി ഇത് കഴിഞ്ഞു. നിങ്ങൾ ഓർക്കുന്നു ഇങ്ങനത്തെ ഒരു ലൈറ്റ് നമ്മൾ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചത്. അപ്പം ഞാനതിൻ്റെ കബോർഡിൻ്റെ അകത്ത് വെക്കാനായിട്ടാണ്. അവിടെ ഇച്ചിരി ഡാർക്ക് ആകുമ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്നാ പറയുന്നേ, ഓക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇതിനകത്തപ്പം 2 ലൈറ്റ് ഉണ്ട്, 2 ബൾബ്. ഓക്കെ, 2 ബൾബല്ല, 2 സ്വിച്ച്. ഇങ്ങനെ ഓക്കെ. ഇത് ഒട്ടിക്കാനുള്ള ഒരു ഇതും ഉണ്ടല്ലേ. അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ബുക്കും ഉണ്ട് കേട്ടോ, വായിക്കാം. ഓക്കെ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുന്ന ഒരു സംഭവമുണ്ട് കണ്ടോ, അത് സ്റ്റിക്കിയാണേ. അപ്പം ഇത് ഓപ്പണും ക്ലോസും ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ബട്ട് ഇതിന് ബാറ്ററി വേണം, 3 ബാറ്ററി, എന്നാലേ നമുക്ക് ഇടാൻ പറ്റുമോ. അപ്പം അതുമാത്രം ബാറ്ററി ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, താൻ നോക്കണം. ഉണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം ഇട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ 3 ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഞെക്കുമ്പോൾ അത് തെളിയും. പക്ഷെ അപ്പോൾ ബാറ്ററി ഇല്ലാത്തതിൻ്റെ കാരണത്താൽ ഞാനിപ്പം ഇത് കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോളേ ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകട്ടെ. നമ്മുടെ ഈ പാത്രം എന്താ പറയുക, എന്നിട്ട് വേണം നമുക്ക് പാത്രം ഒന്നൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ എന്നാ പറയുന്നത്, പാത്രമൊക്കെ ഒന്ന് കഴുകുകയും വേണം. അപ്പോൾ ആ പണി ഒന്ന് ചെയ്യട്ടെ. ഇതൊക്കെ അപ്പോൾ ഒന്ന് എടുത്തു വെക്കട്ടെ എല്ലാം. പാത്രമൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ എന്താ പറയുക, പറ്റുന്നതൊക്കെ പെട്ടെന്ന് കഴുകുക, അതാണ് നമ്മുടെ ഉദ്ദേശം. 4 മണിയാകാറായി. കുളിക്കണം, ഡ്രസ്സൊക്കെ ചെയ്യണം, കുറേ പരിപാടിയുണ്ട്. ഓക്കെ. അതെ, ടീ ബാഗ്സ്. അപ്പോൾ എൻ്റെ പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ.
മീൻ്റെ ആയതുകൊണ്ടേ അവിടെ ഇരിക്കട്ടെ, കുറച്ച് ഒന്ന് സോക്കായിട്ട് ഇരിക്കട്ടെ. ബാക്കി കുറേ പാത്രമുണ്ട്, നമുക്ക് ഡിഷ് വാഷർ കയറ്റുക, അല്ലെങ്കിൽ രാവിലെ മുതൽ റിൻസ് ചെയ്ത് അങ്ങ് കയറ്റി വെച്ചാൽ മതി. പക്ഷെ ഇപ്പം ഞാൻ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഞാൻ കുറേ നാളത്തേന് പാത്രം കഴുകി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സർജറിയൊക്കെ കഴിയാതെ. അപ്പോൾ ഇത് സർജറിയുടെ എന്താ പറയുക, തലേ ദിവസത്തെ കാര്യങ്ങളാണ്. ഇനി ഉണ്ട് കേട്ടോ കുറേ ഗ്ലാസും കൂടെ കഴുകാൻ. ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് എന്തെങ്കിലും ഇപ്പം ഇനി ഫൈനലായിട്ട് ചീനിച്ചട്ടിയുടെ ഇത് കഴുകാനുണ്ട്.
അങ്ങനെ നമ്മളെ കഴിഞ്ഞു കേട്ടോ. പാത്രം കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ടയുടെ തൊണ്ട് കുടിക്കാം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. ഓക്കെ, ഞാൻ എപ്പം ടയേർഡാകുന്നു അപ്പം ഞാൻ ഈ വീഡിയോ നിർത്തും. അതാണ് എൻ്റെ പരിപാടി. ഓക്കെ, നമുക്ക് നമ്മുടെ മുട്ടയുടെ തൊണ്ട് പൊളിക്കാം. ഓക്കെ, ഞാനൊരു ചെറിയ പാത്രത്തിനകത്തേക്ക് അത് മാറ്റാം. ഇച്ചിരി പാടായി എൻ്റെ തൊണ്ട് പൊളിക്കാനേ, കാരണം കുഞ്ഞു മുട്ടയല്ലേ. ഓക്കെ, കുഞ്ഞു കാച്ചി മുട്ട. ഓക്കെ, അപ്പം ഞാൻ എല്ലാത്തിനും തൊലി പൊളിക്കട്ടെ. ഞാൻ നമ്മുടെ മുട്ടയെല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാടമുട്ട നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഇത് ഞാനിവിടെ ഓൺ ചെയ്യുവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കാടമുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ,
forget to add salt. Just സെറ്റപ്പായില്ലേ? ഓക്കെ. ഞാൻ നമ്മുടെ ക്ലീനിങ് പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കും. എസൻഷ്യൽ ഓയിൽ ഒഴിക്കും, ഇത് ചെയ്യും, എല്ലാം ചെയ്യും കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ സാധാരണ വൈറ്റ് വിനെഗർ. അപ്പം എനിക്കിപ്പോൾ ഒരു കണക്കാണ്. നിങ്ങൾക്ക് മെഷർമെൻറ്റിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ഈ കപ്പുണ്ടല്ലോ, കപ്പെടുത്തിട്ട് ഈ കപ്പിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വിനാഗിരി അങ്ങ് ഒഴിക്കും, ഒരു കപ്പ്. ഓക്കെ, വരാവേ. അപ്പം നമ്മുടെ മുട്ട നമ്മുടെ റെഡിയായി. നമുക്ക് ഓഫ് ചെയ്യാം. മതി, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മതി. അപ്പം ഞാൻ പറഞ്ഞോളൂ തന്നെ നിറച്ചാക്കട്ടെ. ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞേ, ഇച്ചിരി വിനാഗിരി ഒഴിക്കാൻ. അപ്പം അതോടെ നിങ്ങൾ ശരിയാക്കാം. ഓക്കെ, ബാക്ക് ടു ഹിയർ. ഒരു കപ്പ് വിനാഗിരി എടുത്തു, നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് വെള്ളം, നമ്മുടെ സാധാരണ ടാപ്പ് വാട്ടർ. ഓക്കെ, അത് 1 കപ്പ് വിനാഗിരിക്ക് ഞാൻ ഒഴിക്കുന്നത് 2 കപ്പ് വാട്ടറാണ്. ഓക്കെ, വിനാഗിരിയാണ് നമ്മുടെ ഗ്ലാസ് ക്ലീനറിനും ബാത്റൂം ക്ലീനറിനും എല്ലാത്തിനകത്തും വിനെഗർ ഒരു നല്ല ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ടേ. അതങ്ങോട്ട് കയറട്ടെ. അപ്പോൾ ഇത് ഇച്ചിരി കൂടുതലാണ് ഈ ഇതിൻ്റെ അകത്ത്. ഓക്കെ, എനിവേ, അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇനി ഞാൻ ചെയ്യാൻ വേണേ. ഇതെൻ്റെ ഞാൻ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ച എൻ്റെ എസൻഷ്യൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ ഞാൻ ഒരു 2-3 ഡ്രോപ്പ്, 1 2 3 4 6, അത് മതി, ഒരു 6 ഡ്രോപ്പ് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ടേ. ഇനി ചെയ്യുന്നത് കുറച്ച് ഡെറ്റോൾ നമുക്ക് ഒരു പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസമാണല്ലോ, എല്ലാ ജേംസും ഒക്കെ പോകുമെന്ന്. അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക ഡെറ്റോൾ ഒഴിച്ചു. എന്നിട്ട് നമ്മളെ സ്പ്രേയുടെ ബോട്ടിൽ. അപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇതല്ല കേട്ടോ സ്പ്രേ. ഇത് ഞാനിങ്ങനെ ഇന്നും ഉണ്ടാക്കിയിട്ട് ഞാനല്ലേ, കുപ്പികൾ നമ്മൾ റീസൈക്ലിങ് ചെയ്യുക, അതായത് ഇങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. എന്നിട്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ റെഡി. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി വീട്ടിൽ ക്ലീൻ ചെയ്യാം. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കിച്ചൺ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ക്ലീനിങ് ഏജൻറ്റ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഫേഷ്യൽ ക്ലീനിങ്ങിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം. ഓക്കെ, അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പം എൻ്റെ ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. എപ്പോഴും കാണിക്കുന്നുണ്ട് ഇവിടുത്തെ ക്ലീനിങ്, അത് കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മളെ ക്രീമിൻ്റെ എവണ്ണിൽ നിന്ന് മേടിച്ചേ. ഈ ക്രീം കൊണ്ടുപോകുന്നുണ്ട്, കാരണം നമുക്ക് ക്രീമൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് സർജറിക്ക് പോകുമ്പോൾ പിന്നെ കുറച്ച് പാടെടുത്തിട്ടുണ്ട്, അതെടുത്ത് വെക്കാം. പിന്നെ എന്നാ പറയുന്നത്, പിന്നെ ഞാൻ പേസ്റ്റും ബ്രഷും ടങ് ക്ലീനറും ഒക്കെ ഇതിൻ്റെ അകത്തിട്ടു. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലിപ് കളറല്ലേ,
തീരാറായതേ കൊണ്ടുപോകാം, കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതുകൊണ്ട് ഇങ്ങനത്തെ ലിപ് ജെല്ലില്ലേ അതും പിന്നെ ഒരു സ്പ്രേയും എടുത്തിട്ടു. കാരണം പറഞ്ഞാൽ നമുക്ക് സ്പ്രേ അടിക്കുകയോ ക്രീം ചെയ്യുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സർജറിക്ക് പോകുമ്പോഴേ. അപ്പോൾ നമ്മൾ സർജറിയൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ദേഹമെല്ലാം കുളിക്കാനൊന്നും എപ്പോഴാണ് പറ്റണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ എടുത്ത് വെക്കുക. പിന്നെ സ്ലിപ്പർ എടുത്ത് വെക്കണം. അത്രയൊക്കെയാണ് ഇപ്പോൾ എടുത്ത് വെക്കണം കേട്ടോ. നെയിൽ പോളിഷ് എല്ലാം സാധാരണ ചെയ്യുന്ന പോലെ റിമൂവ് ചെയ്യണം. ഇനി ഞാൻ കമ്മലൊക്കെ ഊരി എല്ലാ ജ്വല്ലറീസ് എല്ലാം ഊരാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അപ്പോൾ രാത്രി ഒന്ന് കുളിക്കും, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നും കൂടെ കുളിക്കും. ഓക്കെ.